കണ്ണൻ, DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട നടപടിയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും അവസാനം പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഗുരുതരമായിട്ടുള്ളതാണ്. അതായത് പ്രതിയും തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് നിരവധി വീട്ടമ്മമാരെയും അവിവാഹിതരായ യുവതികളെയും വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ദുരുപയോഗം ചെയ്തിട്ടുള്ളതാണ്. പ്രതി സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് MLA മേരെ ഉയർത്തിയിട്ടുള്ളത്. ഒട്ടേറെ സ്ത്രീകളെ, വീട്ടമ്മമാരെ, അവിവാഹിതരായിട്ടുള്ള ആൾക്കാരെ, അവരെയൊക്കെ തന്നെ ലൈംഗിക ചൂഷണത്തിന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപേക്ഷയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പോലീസ് SIT മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് നിയമസഭാ സാമാജികനാണ് പ്രതി, ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രതികളെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. രണ്ടാമത് FIR രജിസ്റ്റർ ചെയ്ത ശേഷവും നേരത്തെ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ആളാണ്. അതായത് ഒന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും അതിജീവിതമാരെ അയാളുടെ അനുയായികളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരെ സൈബർ ബുള്ളിങ്, അതായത് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ കേസിലെ അതിജീവിതയ്ക്കും സമാനമായിട്ടുള്ള ഒരു ദുരനുഭവം നേരിടേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അതിജീവിതമാരുടെ ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതായത് അതിജീവിതമാരുടെ ജീവൻ എടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കും എന്നുള്ള ഒരു ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി നിയമ നടപടികളെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയതാണ്. അതായത് ഒന്നാമത്തെ കേസിൽ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും അതിനുശേഷം ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള സംഭവം വന്ന സമയത്ത് ഉടൻ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അല്പനേരം ഒരു ഫോൺ ഓണാക്കി വെക്കുകയും അതിനുശേഷം 10 ദിവസത്തോളം ഫോൺ ഓഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ജനങ്ങളിൽ നിന്നടക്കം തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളിൽ നിന്നടക്കം ഒളിച്ചോടിപ്പോയ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു മുൻ പാരമ്പര്യം രാഹുലിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായും ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ SIT കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അറസ്റ്റ് സമയത്ത് പ്രതിയിൽ നിന്നും മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവയുടെ ഫോണിൻ്റെ പാറ്റേൺ അടക്കമുള്ള കാര്യങ്ങൾ ലോക്ക് എന്നിവ പറയാൻ ഈ പ്രതി വിസമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലവിൽ പ്രതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതായത് ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലോക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ ഏതാണ് എന്ന് പറയാൻ അയാൾ തയ്യാറായിട്ടില്ല. 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലും അയാൾ അതിന് തയ്യാറായിട്ടില്ല. അതിൻ്റെ പാറ്റേൺ കണ്ടെത്താൻ വരും ദിവസങ്ങളിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് അതിനുവേണ്ടി അയാളെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന പ്രതി ആയതുകൊണ്ട് തന്നെ ആ മറ്റുള്ള തെളിവുകളൊക്കെ തന്നെ ഈ സ്ത്രീകളുടെ അടക്കം മറ്റ് രേഖകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ രേഖകളൊക്കെ തന്നെ അവരുടെ ഡിജിറ്റൽ ഡിവൈസുകളിലായിരിക്കും ഉണ്ടാവുക. ആ ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ സമർപ്പിക്കും എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ഇയാൾക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. പ്രതിയും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകളും അതിജീവിതയുടെ നഗ്ന വീഡിയോകളും പ്രതി പകർത്തിയിട്ടുണ്ട്. അത് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിലാണുള്ളത്. അത് കണ്ടെടുത്ത് അതിൻ്റെ തെളിവായി ശേഖരിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിവാഹിതരായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള പല ആൾക്കാരോടും ഈ പ്രതി വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അവരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. ജാമ്യം അനുവദിച്ചാൽ ഇയാൾക്ക് വീണ്ടും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് മുൻപത്തെ 2 കേസുകളെ കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മുൻ കേസുകളിൽ എന്തൊക്കെയാണോ പോലീസിന് ന്യൂനത അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണമായി വന്നത് അതിലെ ന്യൂനതകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് കോടതി 14 ദിവസത്തേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് വിട്ടിരിക്കുന്നത്.
ഈ സംഭവം നടന്നത് തിരുവല്ലയിൽ നടക്കുന്ന ഒരു ഹോട്ടലിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണയടക്കം കേസിന്റെ നടപടികളെല്ലാം നടക്കുന്നത് തിരുവല്ല കോടതിയിലായിരിക്കും. തിരുവല്ലയിൽ നിന്ന് ഏറ്റവും അടുത്ത് പോകാൻ സാധ്യതയുള്ള ഒരു ജയിൽ എന്ന് പറയുന്നത് മാവേലിക്കര സബ് ജയിലാണ്. അതുകൊണ്ടാണ് മാവേലിക്കര സബ് ജയിലിലേക്ക് ഇപ്പോൾ പ്രതിയെ മാറ്റിയിരിക്കുന്നത്. നേരത്തെ കൊട്ടാരക്കരയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ മാറ്റും എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ ഒരു തവണ പോലും സമ്മതിക്കാതിരുന്ന കാര്യം ഇപ്പോൾ പോലീസ് SIT നടപ്പാക്കിയിരിക്കുന്നു. രാഹുലിന്റെ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. അതായത് രാഹുലിനെ പരമാവധി പൂട്ടാൻ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാമോ ആ മാർഗങ്ങളെല്ലാം തന്നെ SIT ഉപയോഗിക്കുന്നു.